ക്യാമ്പസ് ഇടനാഴിയിലൂടെ തിരക്കിലൂടെ വേഗത്തിൽ നടക്കുകയാണ് അനഘ. പെട്ടെന്നാണ് അവിടമാകെ പുകപടലം നിറഞ്ഞത്. ആ പുക അവളുടെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചതും അവളൊന്ന് തടഞ്ഞു നിന്നു. ശ്വാസം മുട്ടിക്കുന്ന ആ ഗന്ധത്തിലൂടെ അവൾ പതിയെ തലയുയർത്തി നോക്കി. സിദ്ധാർത്ഥ് സാറാണ് മുന്നിൽ. ചുണ്ടിലെരിഞ്ഞ സിഗരറ്റിൽ നിന്നും അവസാന പുകയും പുറത്തേക്ക് വിട്ട് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാറിൻ്റെ ആ നിൽപ്പും നോട്ടവും അത്ര പന്തിയല്ലെന്ന് തോന്നിയതും അവൾ വേഗത്തിൽ അവിടെ നിന്നും നടന്നു നീങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ഒരടി പോലും മുന്നോട്ട് വെക്കും മുൻപേ സിദ്ധാർത്ഥിൻ്റെ കരുത്തുള്ള കൈകൾ അവളുടെ കൈത്തണ്ടയിൽ മുറുകിയിരുന്നു. ഒരു നിഴൽ പോലെ അവൻ അവളെ വലിച്ചയച്ച് അടുത്തുള്ള ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. സാർ, എൻ്റെ കൈ വിടൂ. എന്തായി കാണിക്കുന്നത്? വേദന കൊണ്ടും പേടികൊണ്ടും അവളുടെ ശബ്ദം ഇടറി. അവൾ അവൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖത്ത് പരിഹാസവും ദേഷ്യവും കലർന്ന ഒരു ഭാവം മിന്നിമറഞ്ഞിരുന്നു. നീയും ആ അഭിരാമും കൂടി കുറച്ചു മുൻപ് അവിടെ ആടി തിമിർക്കുന്നത് കണ്ടല്ലോ ഞാൻ. ഇനി ഞാനും ഒന്ന് കാണട്ടെ നിന്റെ ആ ആട്ടം. അവൻ്റെ വാക്കുകൾ പരിഹാസം കൊണ്ട് മൂർച്ചയുള്ളതായിരുന്നു. അനഘ ഒന്ന് വിറച്ചുപോയി. എന്താടി, നിനക്ക് മിണ്ടാട്ടമൊന്നുമില്ലേ? നിനക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്നോട്? പറയടി, പറയാൻ. അവൻ്റെ ചോദ്യങ്ങൾ ഓരോന്നും അവൾക്ക് നേരെ വന്ന ആയുധങ്ങൾ പോലെയായിരുന്നു. ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. സിദ്ധാർത്ഥിൻ്റെ പരിഹാസത്തിന് മുന്നിൽ തളർന്നു പോകാതെ അനഘ തൻ്റെ കൈകൾ അവനിൽ നിന്നും ബലമായി വേർപെടുത്തി. അവളുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഇപ്പോൾ ഉറച്ച തീരുമാനങ്ങളായിരുന്നു. അതിന് സാറും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവളുടെ ആ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് ഒന്ന് പകച്ചുപോയി. അഭിരാം സാർ എന്നെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറുടെ മകനും കൂടിയാണ്. ആ പഴയൊരു ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. പക്ഷെ സാർ, അവൾ അവനെ നേരിട്ട് നോക്കി തുടർന്നു. സാർ, എനിക്ക് വെറുമൊരു അധ്യാപകൻ മാത്രമാണ്. അതിനപ്പുറം ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാറിന് മനസ്സിലായെങ്കിൽ എനിക്ക് പോവണം. അനഘയുടെ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ ഒരു കനൽ പോലെ വന്നു തെറിച്ചു. തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന ആ കണ്ണുകൾ ഇന്നില്ല. തന്നോടവൾ എന്നേക്കുമായി അകലം പാലിച്ചിരിക്കുന്നു എന്ന സത്യം അവനിൽ ഒരു തരിച്ചിലുണ്ടാക്കി. മറുപടിയൊന്നും പറയാനാവാതെ ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം അവൻ വേഗത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ക്ലാസ് റൂമിലെ നിശബ്ദതയിൽ അനഘ തനിച്ചായി പുറത്ത് പെയ്യാൻ നിൽക്കുന്ന മഴയുടെ ഈർപ്പം ജനലിലൂടെ അരിച്ചെത്തി അവളുടെ മുടിയിഴകളെ നനച്ചിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ അത് അമർത്തി തുടച്ചു. എനിക്ക് സാറിൽ നിന്ന് ഈ അകലം പാലിച്ചേ മതിയാകൂ, എൻ്റെ അച്ഛനും കുടുംബത്തിനും വേണ്ടി. അവൾ പതറുന്ന മനസ്സോടെ പിറുപിറുത്തു. തൻ്റെ സ്വപ്നത്തെക്കാളും പ്രണയത്തെക്കാളും വലുത് വീട്ടുകാരുടെ മാനമാണെന്ന തിരിച്ചറിവ്. നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ക്ലാസ് മുറിയിലെ ആ കയ്പേറിയ നിമിഷങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് അനഘ വീട്ടുമുറ്റത്തേക്കെത്തി. തളർച്ചയോടെ ഉമ്മറത്തെ പടികൾ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. പക്ഷെ അകത്തു നിന്നും കേട്ട അച്ഛൻ്റെ ചിരി അവളൊന്ന് തടഞ്ഞു നിർത്തി. അനഘെ, നീ വന്നോ മോളെ? ചായക്കപ്പുമായി ഉമ്മറത്തേക്ക് വന്ന അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ വിളി. ആ മുഖത്തെ തെളിച്ചം കാണുമ്പോൾ അനഘയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉയർന്നു. താൻ കാരണം ഈ ചിരി ഒരിക്കലും മായരുത് എന്ന് അവൾ ആഗ്രഹിച്ചു പോയി. എന്താ മോളെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്? കോളേജ് വല്ല വിശേഷവുമുണ്ടോ? അമ്മ അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്ന് ചോദിച്ചു. അനഘ ഒന്ന് പതറി. സിദ്ധാർത്ഥ് സാറിൻ്റെ ആക്രോശവും തൻ്റെ കൈത്തണ്ടിൽ ഇപ്പോഴും ബാക്കിയുള്ള ആ ചെറിയ വേദനയും ചുവപ്പും അവൾ മറയ്ക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല അമ്മേ, നല്ല വെയിലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം. പിന്നെ ഇന്ന് ക്ലാസ്സിലെത്തിരി തിരക്കുമുണ്ടായിരുന്നു. കോളേജ് ഡേയിൽ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് പ്രാക്ടീസും ഉണ്ടായിരുന്നു ഇന്ന്. അവളൊരു കള്ളച്ചിരി വരുത്തി തീർത്തുകൊണ്ട് പറഞ്ഞു. പക്ഷെ കണ്ണുകൾ അമ്മയുടെ നോട്ടത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചു. നീ ചെന്ന് മുഖം കഴുകുക പെണ്ണെ, ഞാൻ ചായ എടുക്കാം. നിന്റെ ആ അഭിരാം സാർ വിളിച്ചിരുന്നു. പഴയ ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൻ. നല്ലൊരു പയ്യനാണല്ലടി അവൻ, അമ്മ നിഷ്കളങ്കമായി അവളോട് ചോദിച്ചു. അഭിരാമിൻ്റെ പേര് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. താൻ ആരെയും ചതിച്ചിട്ടില്ലെന്നും അച്ഛനെയും കുടുംബത്തിൻ്റെയും അന്തസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്നും അവൾക്ക് സ്വയം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാൻ അവൾക്ക് മടി തോന്നി. കാരണം അതും അച്ഛനും ശ്രുതിയും തന്നെ.
അവൾ മുറിയിലെത്തി വാതിലടിച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാൾ സ്വയം മന്ത്രിച്ചു. ഇല്ല, ആരെന്തു പറഞ്ഞാലും എനിക്ക് സാറിനോട് ഈ അകലം പാലിച്ചേ മതിയാവൂ. എൻ്റെ അച്ഛൻ്റെ ഈ ചിരിയാണ് എനിക്ക് വലുത്, എൻ്റെ പ്രണയത്തേക്കാൾ, എൻ്റെ ഇഷ്ടത്തേക്കാൾ. അല്പനേരം കണ്ണാടിയുടെ മുന്നിൽ നിന്നും നിന്ന് അവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ കെട്ടേറ്റ മുടി അഴിച്ചെറിഞ്ഞ് കണ്ണുനീർ കഴുകിക്കളഞ്ഞ് അവൾ ഒരു സാധാരണ മകളായി മാറാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളിലെ മുറിവ് അപ്പോഴും ഉണങ്ങാതെ തന്നെ അവശേഷിച്ചു. രാത്രിയുടെ നിശബ്ദത ആ വീടിനെ പൊതിഞ്ഞിരുന്നു. പതിവ് പോലെ എല്ലാവർക്കുമൊപ്പം ഭക്ഷണം കഴിച്ചു. ചെറിയ കാര്യങ്ങൾ പങ്കുവച്ച് അനഘ സ്വയം ഒരു നടിയായി മാറി. ആര്യക്ക് മാത്സിലെ ചില സമവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവളുടെ ഉള്ളിൽ സിദ്ധാർത്ഥ സർ തറപ്പിച്ചു പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഞാനും കാണാത്തെ നിന്റെ ആ ആട്ടം. ആ വാക്കുകളിലെ പരിഹാസം ഒരു മുള്ളു പോലെ അവളുടെ ഹൃദയത്തെ തറച്ചു നിന്നു. പഠിപ്പിച്ചു കഴിഞ്ഞ് മുറിയിലെത്തി വിളക്കണച്ച് കിടക്കുമ്പോഴും ഇരുളിൽ അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു. ജനലിലൂടെ അരിച്ചെത്തുന്ന നിലാവ് പോലും ഇന്ന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. വേണ്ട, ഇനി ഒരടി പോലും മുന്നോട്ടില്ല. അച്ഛൻ്റെ അഭിമാനമാണ് എനിക്ക് വലുത്. ഈ അകലം അത് അങ്ങനെ തന്നെ തുടരട്ടെ. അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ കണ്ണുനീർ തുള്ളികൾ തലയണയിൽ പടരുന്നത് അവൾ അറിഞ്ഞില്ല. അതേസമയം നഗരത്തിലെ മറ്റൊരു കോണിൽ സിദ്ധാർത്ഥം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. തൻ്റെ ബാൽക്കണിയിൽ തനിച്ചിരുന്ന് അവൻ ഇരുളിലേക്ക് നോക്കി നിന്നു. അനഘ പറഞ്ഞ ഓരോ വാക്കും അവന് ദേഷ്യത്തെക്കാളുപരി ഒരു വാശിയാണ് നിറച്ചത്. നീ എന്നെ അധ്യാപകൻ മാത്രമായി കണ്ടുള്ളൂ അനഘ. പക്ഷെ എനിക്കറിയാം നിന്റെ ആ കണ്ണുകൾ പറയുന്നത് മറ്റൊന്നാണെന്ന്. അവൻ സ്വയം മന്ത്രിച്ചു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തുളസി കതർ എടുത്തു. വാടിത്തുടങ്ങിയ ആ ഇലകളിൽ അവൻ്റെ വിരലുകൾ തലോടി. അവൾ പോലും അറിയാതെ അവളുടെ മുടിയിൽ നിന്നും വീണുകുട്ടിയ ആ പ്രണയത്തിൻ്റെ അടയാളം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര ദൂരെ ഒളിച്ചാലും നിന്നെ ഞാൻ കൈവിടില്ല. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, എൻ്റെ ഈ തുളസിക്കതിരിനെ മാത്രം. ആ തുളസിക്കതിർ മെല്ലെ ഒന്നമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് അവൻ നിദ്രയിലേക്ക് വഴുതി വീണു. പ്രണയവും വാശിയും ഒരേപോലെ പെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു മേഘമായി അവൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നു.